പാരിസിന് ഓർപ്പിച്ച പോലെ പെട്ട ഷാദ് സിംഗിൻ്റെ സാറിൻ്റെ ഞാൻ വേഗം അവസാനിപ്പിക്കാം. നിങ്ങളൊക്കെ വിദ്യാർത്ഥികൾ വായിച്ചിട്ടുള്ള ഒരു ചെറിയ കഥ, ഒരു ഷോർട്ട് സ്റ്റോറി, ക്രിസ്ത്യൻ ആൻഡേഴ്സന്റെ ലിറ്റിൽ ഗേൾ എന്ന് പറയുന്ന ഒരു ഷോർട്ട് സ്റ്റോറി ഉണ്ടല്ലോ. ലിറ്റിൽ ഗേൾ എന്ന് പറയുന്ന ഒരു കൊച്ചു കഥ. ഈ കഥയിലെ ഈ കുട്ടി ഒരു ക്രിസ്മസ് രാവിൽ, മഞ്ഞ് പെയ്യുന്ന രാവിൽ, ഈ കുഞ്ഞ് മാച്ച് ബോക്സ് വിൽക്കാൻ വേണ്ടി, നമ്മുടെ മനസ്സിലുള്ള തീപ്പെട്ടിയല്ല, തണുപ്പൻ രാജ്യങ്ങളിൽ പകറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ കൊച്ച് തിരികൾ വിൽക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്ന കുട്ടിയാണ്. നല്ല തണുപ്പാണ്. ഈ കുഞ്ഞിന് രാജ്യങ്ങളിൽ 1845 കാലഘട്ടത്തിൽ ചെരുപ്പ് അല്ലെങ്കിൽ ഷൂ ഉള്ളവർ ചുരുക്കമായിരുന്നു. ഈ കുഞ്ഞ് വല്ലാതെ മഞ്ഞുകാലത്ത് ഈ കുഞ്ഞിന് പ്രോപ്പറായിട്ടുള്ള ഒരു ഗൗണോ ഒന്നുമില്ലാതെ ഈ കുഞ്ഞ് വല്ലാതെ മരവിച്ചിരിക്കുന്ന ഒരു സന്ദർഭം. ഈ കുഞ്ഞിന് വിൽക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള മാച്ച് ബോക്സ് അല്ലെങ്കിൽ ഈ തീ ഉണ്ടാക്കുന്ന, തീ കത്തിച്ച് അതിൽ നിന്ന് ചൂട് കിട്ടുന്ന ഈ തീക്കൊള്ളികൾ ആരും വാങ്ങുന്നില്ല. ആ കുട്ടി ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. ആരെങ്കിലും വാങ്ങിയെങ്കിൽ കൊള്ളാമായിരുന്നു. അവൾക്കത് വിറ്റിട്ട് വേണം മടങ്ങി വീട്ടിലേക്ക് പോകാൻ. ഒരു ഫ്രീസിങ് കോൾഡ് അവളുടെ ചുറ്റും വല്ലാതെ വ്യാപിക്കുന്നുണ്ട്. വിശപ്പിന് ഒരു ആഹാരത്തിനും വരുന്ന ക്രിസ്മസിനെ ഒരു നല്ല ഒരു വിഭവങ്ങളുമായിട്ട് ഈ കുട്ടി എംപ്റ്റി സ്റ്റോക്കിലാണ് ഈ പാതയോരത്തിരുന്ന് ഇത് വിൽക്കുന്നത്. അവൾ ഒരുപാട് പേരോട് ചോദിച്ചു, ഡു യു വാണ്ട് ദി മാച്ച് ബോക്സ്? ഒരാൾ പോലും തയ്യാറായില്ലേ. ഒടുവിൽ ആ കുഞ്ഞൊരു കാര്യം തീരുമാനിച്ചു. അവൾക്ക് പ്രോപ്പറായിട്ടുള്ള ഗൗണില്ല, തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള വസ്ത്രങ്ങളില്ല, നല്ല ഷൂ ഇല്ല. അവൾ ഈ ഒരു ഫ്രീസിങ് കോൾഡിൽ അവൾ വിൽക്കാൻ കൊണ്ടുവന്ന അവൾ ഈ തീക്കൊള്ളി അവൾ തന്നെ കത്തിച്ച് അതിൽ നിന്ന് ചൂട് കിട്ടി അവളിങ്ങനെ ഇരുന്ന് സ്വപ്നം കാണുന്നതാണ് ഈ ഒരു ഷോർട്ട് സ്റ്റോറിയുടെ വലിയ ഭാഗം. അവൾക്ക് മനസ്സിലായി, ഈ വിറ്റ് തീർത്ത് എന്തെങ്കിലും ഒരു വരുമാനമുണ്ടാക്കിക്കൊണ്ട് മടങ്ങി ചെല്ലേണ്ടുന്ന ഈ കുഞ്ഞിന് ഇത് വിൽക്കാൻ സാധിക്കില്ല, ആരും വാങ്ങുന്നില്ല. അവളെ തിരിച്ച് വീട്ടിലേക്ക് nobody is there to welcoming there because empty ഹാൻഡുമായിട്ട് ചെന്നാൽ ക്രിസ്മസ് ദിവസത്തിൽ ഒന്നും തന്നെ വീട്ടിലില്ല. അതുകൊണ്ട് അവൾ അവിടെ ഇരുന്ന് കാണുന്ന സ്വപ്നമാണ് ഈ ചെറുകഥയുടെ ഒരു ഭാഗം. അവൾ കാണുന്ന സ്വപ്നമാണ് ഒരു വാർമിംഗ് സ്റ്റൗ, ചൂട് കിട്ടുന്ന ഒരു കൊച്ചു ഹീറ്റർ. ദരിദ്രന്റെ സ്വപ്നങ്ങൾ അങ്ങനെയൊക്കെയുള്ളൂ. എൻ്റെ മുന്നിലിരിക്കുന്ന എംബിറ്റ്സ് കോളേജിലെ കർമ്മസാരഥികളായ അധ്യാപകരിലൂടെ ഇവിടെ ഇരിക്കുന്ന ഓരോ സ്റ്റുഡൻസിൻ്റെ ഉള്ളിൽ സ്വപ്നങ്ങൾ സൂക്ഷിക്കുന്നുണ്ട്. ഭാവിയെക്കുറിച്ച്, നിങ്ങളുടെ ഫ്യൂച്ചർ ലൈഫിനെ കുറിച്ച്. വികാരച്ചൻ പറഞ്ഞ പോലെ ജർമ്മനിയിൽ പോകണമോ, കാനഡയിൽ പോകണമോ, അതോ ഓസ്ട്രേലിയ വേണമോ, ഇങ്ങനെയുള്ള വിവിധങ്ങളായ രാജ്യങ്ങളെക്കുറിച്ച് നിങ്ങൾ സ്വപ്നം കാണുന്നവരാണ്. എന്നാൽ ഈ കഥയിൽ, കഥയിൽ പറയുന്ന ഈ പെൺകുട്ടിയുടെ സ്വപ്നം ഇത്ര മാത്രമേ ഉള്ളൂ. Can I have a warming stove? എനിക്കൊരു കൊച്ചു പകരുന്ന സ്റ്റൗ വാങ്ങാൻ സാധിക്കുമായിരുന്നു. അവൾക്ക് ഈ ആഗ്രഹം ഉണ്ടാകുന്നത് ഇല്ലായ്മയിൽ നിന്നാണ്. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട യങ്സ്റ്റേഴ്സ്, നിങ്ങൾക്കെല്ലാം ഉണ്ടാകാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാണ്. നിങ്ങൾ പലരും ചില ഇല്ലായ്മകളിൽ ഉള്ളിൽ നുറുങ്ങുന്നവരുമാണ്. നിങ്ങളുടെ ചില പോരായ്മകളിൽ മറ്റാര് പോലും അറിയാതെ, നിങ്ങളുടെ കൂട്ടുകാർ പോലും അറിയാതെ നിങ്ങൾ ഭാരപ്പെടുന്ന കുറച്ചു പേരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടാകും. കൊള്ളാവുന്നതില്ലല്ലോ, മറ്റവനെ പോലെ എനിക്കില്ലല്ലോ, ഇങ്ങനെ എനിക്ക് സാധിക്കുന്നില്ലല്ലോ എന്നുള്ള ചെറിയ ഒരു അല്പമായിട്ടെങ്കിലുമുള്ള ഭാരം മനസ്സിൽ സൂക്ഷിക്കുന്ന കുറേ കുഞ്ഞുങ്ങൾ എന്നെ കേൾക്കുന്നുണ്ട്, ഞാൻ വിശ്വസിക്കുകയാണ്. ഇങ്ങനെ ഈ കുഞ്ഞു കാണുന്ന സ്വപ്നത്തിൽ ഒന്നാമത്തേത് വാർമിംഗ് സ്റ്റൗ, ഒരു ചെറിയ ചൂടുണ്ടാക്കുന്ന
ചൂട് പകരുന്ന ഒരു സ്റ്റൗ എനിക്കുണ്ടായിരുന്നെങ്കിൽമായിരുന്നു. ഇല്ലായ്മ എപ്പോഴും ഒരു ബ്ലെസ്സിങ് ആണ്. ദ പോവർട്ടി ഈസ് എ ബ്ലെസ്സിങ്. അല്പം ഇല്ലായ്മ എന്നുള്ളത് ഒരു പോരായ്മയല്ല, അതൊരു നിറവാണെന്ന് കാണാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ ഈ കുട്ടി കാണുന്ന രണ്ടാമത്തെ സ്വപ്നമാണ് എ ഡെലീഷ്യസ് ഫീസ്റ്റ്, ബിക്കോസ് ദ നെക്സ്റ്റ് ഡേ ഇസ് എ ക്രിസ്മസ് ഡേ. അവളുടെ വീട്ടിൽ അവൾക്കുടെ പേരൻസ് ഉണ്ട്. അവൾക്ക് ഒരു വിരുന്ന് കൊടുക്കാൻ, ഒരു അത്താഴം കൊടുക്കാൻ, അവർക്കൊരു ക്രിസ്മസ് ഭക്ഷണം കൊടുക്കാനുള്ള ഒരു വഴിക്ക് വേണ്ടിയിട്ടാണല്ലോ അവളിത് വിൽക്കാൻ ഇറങ്ങിയത്. എൻ്റെ മുമ്പിലിരിക്കുന്ന സ്റ്റുഡൻസ്, നിങ്ങൾ ഓരോരുത്തരും എൻജിനീയേഴ്സ് ആവാൻ വന്നത് നിങ്ങൾ പണം സമ്പാദിക്കാൻ വേണ്ടി മാത്രമല്ല, നിങ്ങളുടെ പേരൻസിനെയും നിങ്ങൾ ഭാവിയിൽ മനക്കോട്ട കെട്ടുന്ന നിങ്ങളുടെ കുടുംബത്തെയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു റിസോഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. രണ്ടാമത്തെ സ്വപ്നം ഡെലീഷ്യസ് ഫീസ്റ്റാണ്. വിശപ്പിനുള്ള ഒരു നല്ല ദിവസത്തിൽ കിട്ടാവുന്ന ഒരു നല്ല ആഹാരത്തിന് വേണ്ടിയിട്ടാണ് ഈ കുട്ടി സ്വപ്നം കാണുന്നത്. മൂന്നാമത്തേത് ഒരു ക്രിസ്മസ് ട്രീ ആണ്. മനോഹരമായി എംബിറ്റ്സന്റെ കലാലയം അണിയിച്ചൊരുക്കി ഞങ്ങളെ വല്ലാതെ ആകർഷിച്ച് സ്വീകരിക്കുന്ന അലങ്കാരങ്ങളെല്ലാം ഇവിടെ അണിയിച്ചൊരുക്കുമ്പോൾ ഒരു പാവം പിടിച്ച കൊച്ചിൻ്റെ സ്വപ്നമാണ് ഒരു ക്രിസ്മസ് ട്രീ. നമ്മൾക്ക് ഇത്തരത്തിലുള്ള സ്വപ്നങ്ങൾ വിശന്ന് ഉറങ്ങുന്ന കുട്ടികളുള്ള ഇന്ത്യ എന്ന ഈ മഹാരാജ്യത്തുണ്ടെന്ന് നമ്മൾ മറന്നു പോകുന്നവരാണ്. സ്വപ്നങ്ങൾ ചെറുതാണ്. പലപ്പോഴും ദാരിദ്ര്യമുള്ള കുഞ്ഞിൻ്റെ സ്വപ്നങ്ങൾ ചെറുതാണ്. ഇന്നലെ നമ്മുടെ പ്രിയപ്പെട്ട MLA ഇവിടെ ഉണ്ടല്ലോ. നമ്മുടെ ഉരുളൻതണ്ണയിൽ അപ്പുറം ഉണ്ടാകുന്ന വീട്ടിൽ എൽദോസ് എന്ന് പറയുന്ന ഒരു യുവാവിനെ മാനയുടെ ചവിട്ടേറ്റ് മരണപ്പെട്ടപ്പോൾ അവൻ്റെ സ്വപ്നം ചെറുതായ സ്വപ്നമേ ഉള്ളൂ. അവൻ്റെ കുടുംബത്തെ പോറ്റുക എന്ന ഒറ്റ സ്വപ്നമേ ഉള്ളൂ. അതിലപ്പുറമായ സ്വപ്നമൊന്നും അവനില്ല. ഇങ്ങനെ ഈ സ്വപ്നങ്ങൾ കണ്ടിരുന്ന് ഈ സ്റ്റോറി അവസാനിക്കുകയാണ്. അവൾ ഒടുക്കം കാണുന്നത് അവളുടെ ഗ്രാൻഡ്മയാണ്. അവളുടെ അമ്മൂമ്മയെ സ്വപ്നം കാണുകയാണ്. അവളുടെ അമ്മൂമ്മ പറയുന്നു, മോളെ ഞാനിവിടെ ഉണ്ട്, നിന്നെ വഴക്ക് പറയാതെ നിന്നെ സ്വീകരിപ്പാനായിട്ട് ഞാനിവിടെ ഉണ്ട്. പിറ്റേ പ്രഭാതം കാണുന്നത് ഈ ക്രിസ്ത്യൻസിന്റെ ചെറുകഥയിൽ പറയുന്നത് മരവിച്ച ഒരു മൃതശരീരമാണ്. ഒരു പെൺകുട്ടി വിൽക്കാൻ കൊണ്ടുവന്ന തീക്കൊള്ളി കത്തിച്ച് അത് ചാരമായിട്ട് കയ്യിൽ പിടിച്ച് മരിച്ച് മഞ്ഞിൽ കിടക്കുന്ന ഒരു കുഞ്ഞിൻ്റെ മൃതദേഹമാണ് ഒടുവിൽ കാണുന്നത്. പ്രിയമുള്ളവരെ, എരിഞ്ഞ് തീരുന്ന ഒരു തീക്കൊള്ളി പിടിച്ച് ഒരു പെൺകുട്ടി മഞ്ഞിൽ മരിച്ചു കിടക്കുന്നു. അവൾ അമ്മൂമ്മയുടെ അടുത്തേക്ക് യാത്രയാകുന്നു. ചിരിക്കുന്ന മുഖമായി കിടക്കുന്ന ഈ കുഞ്ഞിൻ്റെ ചിത്രം ഈ വർഷത്തെ ക്രിസ്മസ് ദിവസങ്ങളിൽ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരണം. നമ്മളുടെ പ്രിയപ്പെട്ടവരുടെ സ്വപ്നങ്ങളെ കാണേണ്ടത്, ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. ഈ കഥയിൽ പറയുന്നു, യു ക്യാൻ ഡു എ മിറാക്കുലസ്. പലപ്പോഴും നമ്മൾ പറയും ദൈവം അത്ഭുതം ചെയ്യുന്നവനാണ്. ഇന്നേ വരെ ദൈവം അത്ഭുതം ചെയ്തിട്ടില്ല. അത്ഭുതങ്ങൾ ചെയ്യേണ്ടത് മനുഷ്യരാണ്. എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുമാണ്. ഈ കുട്ടി കണ്ട സ്വപ്നം പോലെ സ്വപ്നം കാണുന്ന കുഞ്ഞുങ്ങളെ കണ്ടെത്തേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. അതുകൊണ്ട് ഡു യു വാണ്ട് ടു ബി എ മിറാക്കിൾ? നിങ്ങൾക്ക് സാധിക്കുമോ ഈ ക്രിസ്മസ് ദിവസം സ്വപ്നങ്ങൾ കാണുന്ന, സ്വപ്നങ്ങൾ കണ്ടുറങ്ങുന്ന കുഞ്ഞുങ്ങളെ കണ്ടെത്താനായി സാധിക്കുമോ? എങ്കിൽ ഈ വർഷത്തെ ക്രിസ്മസ് അർത്ഥപൂർണമാകുവാൻ സാധിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എല്ലാ ആശംസകളും നേരുന്നു. ക്രിസ്മസ് പുതുവർഷാശംസകൾ നേരുന്നു. താങ്ക് യു ഓൾ. Thank you, His Grace. Light symbolizes knowledge, hope, and the triumph of good over darkness. As we gather here today, let us ignite the flame that represents wisdom, positivity, and the bright future ahead. The lamp lighting ceremony marks the perfect beginning to our celebrations, filling this space with the light and grace. Let us now invite our esteemed dignitaries to kindle the lamp and illuminate this special occasion.
വേദിയിലിരിക്കുന്ന ബഹുമാനപ്പെട്ട ഡോക്ടർ തോമസ് ജോർജ് പ്രിൻസിപ്പൽ സർ, ശ്രീ ലാൽ വർഗീസ് സെക്രട്ടറി, റെവറൻഡ് ഫാദർ ജോസ് പരുതുവയലിൽ, ഹിസ് ഗ്രേസ് എലിയാസ്, ശ്രീ മാർക്കോസ്, ശ്രീ മാർ യൂലിയോസ് മെട്രോപൊളിറ്റൻ സർ, ശ്രീ ആന്റണി ജോൺ MLA, മറ്റ് വേദിയിലെ ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ, സദസ്സിലെ ഇരിക്കുന്ന MBITSൻ്റെ ഭാരവാഹികൾ, പ്രൊഫസേഴ്സ്, ഏറ്റവും പ്രിയപ്പെട്ട സ്റ്റുഡൻസ്, പാരൻസ്, ഇന്ന് നാം മാർ ബാസിലിയോസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് സയൻസിൻ്റെ ഡേ ഇവിടെ ആഘോഷിക്കുകയാണ്. ഞാനിവിടെ പിതാവിനെ ഞാൻ കണ്ടു. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, കഴിഞ്ഞ 2 ദിവസമായിട്ട് രാത്രിയിലും പകലിലും MLA ശ്രീ ആന്റണി ജോൺ അദ്ദേഹത്തിനെയും പിന്നെ പിതാവും നിരന്തരമായിട്ട് നാം TV-യിൽ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഇവിടെ ഒരു നടക്കാൻ പാടില്ലാത്ത ഒരു സംഭവമുണ്ടായി. എൽദോസ് പറഞ്ഞ ഒരാളെ കാട്ടാന ചവിട്ടിക്കൊന്നു. അപ്പോൾ ജനരോഷം കൂടി അത് തടയാൻ വേണ്ടി 2 ആളുകൾ, പിതാവും പിന്നെ MLA-വും 2 ദിവസമായിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് നാം മൊത്തം കേരള കണ്ടുകൊണ്ടിരിക്കുകയാണ്. മരിച്ചുപോയ ശ്രീ എൽദോസിൻ്റെ ആത്മാവിന് ശാന്തത കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനിയും 2 വാക്ക് കുട്ടികളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. കുറച്ച് ഒരു 10 മിനിറ്റ് സംസാരിക്കുകയുള്ളൂ, അതൊന്ന് കേൾക്കണം. നമ്മുടെ എഞ്ചിനീയറിംഗ് മേഖല ഇന്ത്യ രാജ്യത്തിൽ ഒരു പ്രതിസന്ധിയിലാണ്. അതിന് നേരത്തെയും ഇവിടെ പറഞ്ഞ കഴിഞ്ഞു. ഒരു വർഷത്തിൽ ഇന്ത്യ രാജ്യത്തിൽ എഞ്ചിനീയറിംഗ് പരീക്ഷ പാസ്സാക്കി എഞ്ചിനീയറായിട്ട് പുറത്ത് വരുന്നത് 15 ലക്ഷം ആളുകളാണ്. 15 lakhs engineers India produces every year. പക്ഷേ 2 ലക്ഷം എഞ്ചിനീയർമാർക്ക് മാത്രം എഞ്ചിനീയറായിട്ട് ജോലി കിട്ടുള്ളൂ. ബാക്കി 13 ലക്ഷം എഞ്ചിനീയറിംഗ് പരീക്ഷ പാസ്സായ ആളുകൾക്ക് വേറെ മേഖലകളിൽ പോയി ജോലി തേടാനുള്ള ഇപ്പോൾ സമയം വന്നിരിക്കുന്നു. അവർ പിന്നെ ചാർട്ടേഡ് അക്കൗണ്ടൻസിയിലെയോ ഫൈനാൻസിലെയോ അങ്ങനെ അവർ വേറെ ഫീൽഡിലേക്ക് പോകുന്നു. ഈ അടുത്ത കാലത്തിൽ പത്രത്തിൽ റിപ്പോർട്ടുണ്ടായിരുന്നു, ആദേശിൽ ഏകദേശം 1 ലക്ഷം ആളുകൾ എഞ്ചിനീയറിംഗിൽ അഡ്മിഷൻ എടുക്കുകയായിരുന്നു. ഇപ്പോൾ കുട്ടികൾക്ക് വെറും എഞ്ചിനീയറിംഗ് കോർ സബ്ജക്റ്റ് കൊണ്ട് മാത്രം ജോലി കിട്ടാത്തത് കൊണ്ട് ആരും ഇപ്പോൾ എഞ്ചിനീയറിംഗിൽ അഡ്മിഷൻ എടുക്കുന്നില്ല. ഈ വർഷം എഞ്ചിനീയറിംഗിൽ ആന്ധ്രാപ്രദേശിൽ അഡ്മിഷൻ എടുത്തത് വെറും 66,000 കുട്ടികൾ മാത്രമാണ്. ഫ്രം 1 lakh to 66,000 അവരെ പഠിപ്പിക്കുന്ന. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കേരള പോലെ അവിടെയും എഞ്ചിനീയറിംഗ് കോളേജുകൾ, കോച്ചിങ് സെൻറ്ററുകൾ ഇപ്പോൾ ഊട്ടി. അവിടെ പഠിപ്പിക്കുന്ന എഞ്ചിനീയറിംഗ് ലെക്ചറേഴ്സ് ഇപ്പോൾ ജൊമാറ്റോ ഇല്ലെങ്കിൽ സ്വിഗ്ഗിയിൽ 10,000 രൂപ മാസത്തിൻ്റെ ജോലി ഇപ്പോൾ ചെയ്തു കൊണ്ടിരിക്കുകയാണ്. പത്രത്തിൻ്റെ വലിയ വാർത്ത ഉണ്ടായിരുന്നു. നമ്മുടെ ഈ കാലത്തിൽ ഇവിടെയും എഞ്ചിനീയർമാർ, എനിക്ക് പറയാറുള്ളത്, എഞ്ചിനീയറിംഗ് കോർ സബ്ജക്റ്റ് മാത്രം പഠിച്ചാൽ പോരാ. വെറും ഒരു ഡിഗ്രി, ഒരു മെക്കാനിക്കൽ ഡിഗ്രി, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗിലെ ഡിഗ്രി മാത്രം എടുത്ത് മുന്നോട്ട് പോകാനുള്ള സമയം കഴിഞ്ഞു. അതെല്ലാം അപ്ലൈഡ് ആവണം. അതായത് നമ്മൾ ഇവിടെ തന്നെ ഡിഗ്രി ചെയ്യുമ്പോൾ തന്നെ എഞ്ചിനീയറിംഗ് കൊണ്ട് നമുക്ക് ജോലി എങ്ങനെ കിട്ടും, അത് നമ്മൾ ഇവിടെ തന്നെ ആ വിചാരണ തുടങ്ങണം.
ആ വിചാരം തുടങ്ങണം. പുതിയ സബ്ജക്റ്റ് വന്നിരിക്കുന്നു. മൈ റിക്വസ്റ്റ് ടു ദ പ്രിൻസിപ്പൽ ഈസ് 4 സബ്ജക്റ്റിൽ എത്രയും പെട്ടെന്ന് ഡിഗ്രി കോഴ്സ് തുടങ്ങണം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മഷീൻ ലേണിംഗ്, റോബോട്ടിക്സ്, സൈബർ സെക്യൂരിറ്റി ചെയ്തേ മതിയാവും. ഫോർ യുവർ കൈൻഡ് ഇൻഫോർമേഷൻ, എഞ്ചിനീയറിംഗ് കേരളത്തിലുള്ള മിക്കവാറും എല്ലാ എഞ്ചിനീയറിംഗ് കോളേജിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ 3 വർഷത്തിൻ്റെ ഡിഗ്രി തുടങ്ങി കഴിഞ്ഞു. തിരുവനന്തപുരത്തിന് ഒരു ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി വരെ വന്ന് കഴിഞ്ഞു. ദേ ആർ പ്രൊവൈഡിങ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മഷീൻ ലേണിംഗ്, റോബോട്ടിക്സിൽ അവർ 3 വർഷത്തിൻ്റെ ഡിഗ്രി തരാൻ തുടങ്ങിക്കഴിഞ്ഞു. ഇഫ് ദേ ക്യാൻ ഡു, ദിസ് എഞ്ചിനീയറിംഗ് കോളേജ് ഓൾസോ ഡു. അവർക്ക് മുമ്പിൽ ഇപ്പോൾ വരാനുള്ള പ്രശ്നം എന്താണെന്ന് അറിയാമോ? അവർക്ക് ഈ സബ്ജക്റ്റുകൾ പഠിപ്പിക്കാനുള്ള ടീച്ചേഴ്സ് ഇല്ല. അത് നമ്മൾ കണ്ടുപിടിക്കണം. വേറെ സംസ്ഥാനങ്ങളിൽ കൊണ്ടുവരണം. ആന്ധ്രാപ്രദേശ്, തെലങ്കാനയിൽ ഇഷ്ടംപോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പഠിപ്പിക്കാനുള്ള ആളുകളുണ്ട്. അവരെ കൊണ്ടുവരണം. അവർ നമ്മളെ കുട്ടികളെ പഠിപ്പിക്കട്ടെ. പിന്നെ ഒരു എഞ്ചിനീയർ ഡിഗ്രി ചെയ്തു എന്ന് ഇരിക്കട്ടെ. എഞ്ചിനീയർ ഡിഗ്രി ചെയ്തിട്ട് എഞ്ചിനീയറായിട്ട് ജോലി ചെയ്യണം വേണമൊന്നുമില്ല. ഇവിടെ വേറെ കിടക്കുന്നു കുറേ മേഖലകൾ. സിവിൽ സർവീസ്, ഫോർ യുവർ കൈൻഡ് ഇൻഫോർമേഷൻ, സിവിൽ സർവീസിൽ പാസ്സാവുന്ന എല്ലാ വർഷത്തിൽ IAS IPSകാർ their basic degree is engineering. Just for your information, 100 ആളിൽ പാസ്സാവുന്ന ഒരു വർഷത്തിൽ 1000 ആളുകളാണ് പാസ്സാവുന്നത്. 1000 ആളുകളുടെ ഡിഗ്രി നോക്കിയാൽ ഗൂഗിളിൽ പോയി താങ്കൾക്ക് നോക്കാൻ പറ്റും. 700 ആർ എഞ്ചിനീയേഴ്സ്. അതായത് അവരുടെ ബേസിക് ഡിഗ്രി എഞ്ചിനീയറിംഗ് ആണ്. അപ്പം നമുക്ക് സിവിൽ സർവീസിലേക്ക് പോകാം, അതിൻ്റെ തയ്യാറെടുപ്പ് എടുക്കാം. പട്ടാളത്തിലേക്ക് പോകാം. ഇപ്പോൾ പെൺകുട്ടികളൊക്കെ പട്ടാളത്തിൽ പോകാൻ അനുവാദം കിട്ടിയിരിക്കുന്നു. 2 മലയാളി പെൺകുട്ടികൾ they are now working as officers. അവർ NDA പരീക്ഷ പാസ്സായ പെൺകുട്ടികളാണ്. ആൻ റോസ് മാത്യു തൃശ്ശൂർക്കാരിയാണ്. ശ്രീലക്ഷ്മി ഹരിദാസ് വയനാടുകാരിയാണ്. ആ 2 പെൺകുട്ടികൾക്ക് എഞ്ചിനീയറിംഗ് ഡിഗ്രി ചെയ്തിട്ട് ഒരു പട്ടാളത്തിലുള്ള ഓഫീസറായിട്ട് ജോലി ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഏതൊരു കുട്ടിക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ സയൻറ്റിസ്റ്റ്, നമ്മുടെ ഇസ്രോ, ഇല്ലെങ്കിൽ ശാസ്ത്ര വിദഗ്ധനായിട്ട് നമുക്ക് ട്രൈ ചെയ്യാം. ഇപ്പോൾ ഇസ്രോ ചെയർമാൻ നമ്മുടെ സോമനാഥൻ സാറാണ്. കൊല്ലം ജില്ലയിൽ TKM കോളേജിലെ സാധാരണ കോളേജിൽ പഠിച്ച ആളാണ് ശ്രീ സോമനാഥൻ. അദ്ദേഹത്തിൻ്റെ സ്പേസ് സയൻസിൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ബാംഗ്ലൂരിൽ പോയി ഡിപ്ലോമ ചെയ്തു. ഇപ്പോൾ ഇസ്രോ ചെയർമാനായിട്ട് ഇരിക്കുന്നു. യു ക്യാൻ ഓൾസോ ചൂസ് ദാറ്റ് കരിയർ. ചന്ദ്രയാനം 3 ഉണ്ടാക്കിയത് എഞ്ചിനീയേഴ്സിൽ 50% എഞ്ചിനീയേഴ്സ് പെൺകുട്ടികളായിരുന്നു, സ്ത്രീകളായിരുന്നു. യു ക്യാൻ ഓൾസോ, ഇവിടെ ഇരിക്കുന്ന പെൺകുട്ടികൾ, യു ക്യാൻ ഓൾസോ ബി വൺ ഓഫ് ദോസ് സയൻറ്റിസ്റ്റ്. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. STEM, STEM, പത്രത്തിൽ വാർത്ത ഉണ്ടായിരുന്നു. STEM നമ്മുടെ പഠനം, അതായത് STEM മീൻസ് സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ്. ഇന്ത്യ രാജ്യത്തിൽ ഇപ്പോൾ STEM പഠനം ഇപ്പോൾ നടത്തുന്നത് ആണുങ്ങളെക്കാൾ കൂടുതൽ പെൺകുട്ടികളാണ്. ചാർട്ടേഡ് അക്കൗണ്ടൻസി, more girls are studying chartered accountancy, more girls are becoming chartered accountant than boys. ഈ ഫീൽഡിലേക്ക് നമുക്ക് പോകാമല്ലോ എഞ്ചിനീയേഴ്സിന്. എനിക്ക് ഒരു BTech മാത്രമേ ചെയ്യണം, എനിക്കൊരു MTech മാത്രമേ ചെയ്യണം, അത് എവിടെയെങ്കിലും എഴുതിയിട്ടില്ല. നിങ്ങളത് ചെയ്യുന്നേ. You can go to any discipline. ഇവിടെ നടക്കുന്ന 6,000 മലയാളികൾ ദിവസേന കേരള വിടുകയാണ്. യു ക്യാൻ കോൾ മീ ഓൺ ദാറ്റ്.
6,000 Malayalis, especially യുവാക്കൾ, ആർ ലീവിങ് കേരള എവറി ഡേ. ഇത്തരത്തിൽ വന്ന വലിയ റിപ്പോർട്ടാണ്. അവരെവിടെ പോകുന്നു? അവർ ചിലപ്പോൾ ഗൾഫിലേക്ക് പോകുന്നു, ചിലപ്പോൾ അമേരിക്കയിലേക്ക് പോകുന്നു, ചിലപ്പോൾ ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നു. ഒരു കാര്യം മനസ്സിലാക്കണം, നല്ല ഡിഗ്രി, ഒരു ഡിഗ്രി നല്ല മാർക്സ് കൊണ്ട് പാസ്സായില്ലെങ്കിൽ, ഇതുപോലുള്ള നല്ല കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്തില്ലെങ്കിൽ, നിങ്ങളുടെ എവിടെ പോയാലും താങ്കൾക്ക് ഒരു ക്ലർക്കായിട്ട് മാത്രമേ ചിലപ്പോൾ ജോലി ചെയ്യാൻ കഴിയുള്ളൂ. ഒരു ഓഫീസറായിട്ട് ജോലി ചെയ്യാൻ പറ്റില്ല. എഡ്യൂക്കേഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ്. ഹയർ എഡ്യൂക്കേഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ വിചാരിക്കുന്നത് എന്താണ്? ഇവിടെ ഒന്നും ശരിയാവില്ല, നമ്മൾ പുറത്തേക്കിലേക്ക് പോവാം. അങ്ങനെ വിചാരിക്കാൻ പാടില്ല. ഇന്ത്യ രാജ്യത്തിന് വേണം താങ്കളുടെ ഒരു ബഹുമൂല്യ സേവനം ഇവിടെ തന്നെ വേണം. PWDയിൽ നമ്മുടെ റോഡുകൾ നന്നാക്കാൻ വേണ്ടി അവിടെ വേണം നല്ല എഞ്ചിനീയർ, നല്ല നമ്മുടെ നല്ല ഈ റോബോട്ട് ഉണ്ടാക്കാൻ വേണം ഇന്ത്യയിൽ ഇവിടെ പഠിക്കുന്ന കോളേജിൽ പഠിക്കുന്ന നമ്മുടെ എഞ്ചിനീയർമാർ. സ്പേസ് സയൻസിൽ പോകാൻ വേണ്ടി ഇവിടുത്തെ ആളുകൾ തന്നെ നമുക്ക് വേണം. സിവിൽ സർവീസ് ചെയ്ത് കളക്ടറായിട്ട് SP ആയിട്ടും നമ്മുടെ എഞ്ചിനീയർമാർ നമുക്ക് ഇവിടെ തന്നെ വേണം. ഇന്ത്യയിലും ഉണ്ട്. there are 1,000 possibilities for you to work here. സ്റ്റാർട്ടപ്പ് തുടങ്ങാം, സ്വന്തം വ്യവസായം തുടങ്ങാം, നമ്മുടെ യൂണിക്കോൺ തുടങ്ങാം. ഇതുവരെ കേരളത്തിലെ ഒരു യൂണിക്കോൺ പോലും പറ്റിയിട്ടില്ല. $1 ലക്ഷം ഒരു ബിസിനസ് ഉണ്ടെങ്കിൽ അത് യൂണിക്കോൺ പറയും. അതിന് താഴെ എല്ലാം സ്റ്റാർട്ടപ്സ് ആണ്. കേരളത്തിൽ അത് വേണം. നമ്മൾ ഇവിടുത്തെ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് എഞ്ചിനീയറിംഗിലെ സബ്ജക്റ്റിലെ ജോലി കിട്ടി വേറെ ഇടത്തിലേക്ക് നമ്മൾ വേറെ മേഖലയിലെ എഞ്ചിനീയർമാർക്ക് ധാരാളം ജോലി ചെയ്യാനുള്ള സ്കോപ്പ് ഉണ്ട്. അത് പറയുകയായിരുന്നു. അടുത്ത വർഷത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മാത്രം ജോലികൾ ഇന്ത്യയിൽ വരാൻ പോകുന്നു. എത്രയും പെട്ടെന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പഠിച്ച് കൊള്ളാം. ഇത് ഒന്നുമില്ല, അതും ഇരിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ സ്പോർട്സിന് മലയാളികൾ ഒന്നാമത്തെ, കേരള വാസ് നമ്പർ 1 ഇൻ ഇന്ത്യ ഒരു 10-15 വർഷം മുമ്പ്. ഇപ്പോൾ ഇല്ല. 1982 ഏഷ്യൻ ഗെയിംസ്, ഡൽഹി ഏഷ്യൻ ഗെയിംസിൽ MD വത്സമ്മ ഗോൾഡ് മെഡൽ കിട്ടിയിരുന്നു. PT ഉഷ മാഡം വരാൻ പോകുന്നേ ഉള്ളൂ. 1984 ഒളിമ്പിക്സിൽ ഷീ കെയിം അറ്റ് നമ്പർ 4. ഷൈനി വിൽസൺ ഏഷ്യൻ ഗെയിംസിൽ ഗോൾഡ് മെഡൽ നേടിയിട്ടുണ്ട്. അഞ്ജു ബേബി ജോർജ് വേൾഡ് അത്ലീറ്റ് ചാമ്പ്യൻഷിപ്പിൽ സിൽവർ മെഡൽ നേടിയിട്ടുണ്ട്. ആശ സജീവൻ, ആശ ശോഭന, മിന്നു മണി, സഞ്ജു സാംസൺ, സച്ചിൻ ബേബി, ഇവരാരാണ്? അവരെല്ലാം ഇവിടെ ജനിച്ചവരാണ്. അവരുടെ ഡിഗ്രി നോക്കാറും 1-2 ആൾ എഞ്ചിനീയർ എന്ന് പറയാം. യു ക്യാൻ ഗോ ടു എനി ഫീൽഡ്. ഡോണ്ട് തിങ്ക് എനിക്ക് എഞ്ചിനീയർ ആയിട്ട് BTech ഡ്യൂട്ടി ചെയ്തിട്ട് ജോലി കിട്ടിയില്ലാന്ന് ഐ എം നോട്ട് എ ഗുഡ് എഞ്ചിനീയർ. നോ. മേഖലകളിലേക്ക് പോകണം. അവിടെ താങ്കൾക്ക് the world is for you as an officer, as an army officer, as a civil servant, as a space scientist, as a sportsman. Sir പറഞ്ഞു, this MBITS is a conglomeration of many colleges. ഇവിടെ നഴ്സിംഗ് കോളേജ് അവിടെ ഉണ്ട്. ഓസ്ട്രേലിയൻ പ്രൈം മിനിസ്റ്റർ ഇന്ത്യയിൽ വന്നിരുന്നു ഒരു മാസം മുമ്പ്. പത്രത്തിന് ന്യൂസ് ഉണ്ടായിരുന്നു, ഓസ്ട്രേലിയക്ക് വേണം 20,000 നഴ്സസ് ഉടനെ. അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കണം. This nursing college can prepare very good nurses so that they can go outside and they can work. ഇതറിഞ്ഞു. അവരുടെ ലാംഗ്വേജ്, പുതിയ ലാംഗ്വേജ് പഠിക്കാൻ പോകും.
ഇറ്റ്സ് വെരി ഗുഡ്. ജർമ്മൻ ലാംഗ്വേജ് പഠിപ്പിക്കാനുള്ള ഒരു സെൻറ്റർ എറണാകുളത്ത് കഴിഞ്ഞ വർഷം തുടങ്ങി ഞാൻ അറിഞ്ഞു. ഇവിടെയും പഠിപ്പിക്കട്ടെ. ജാപ്പനീസ് സാർ, ജാപ്പനീസ് ഒന്ന് പഠിപ്പിക്കാൻ സാർ ഒന്ന് പ്രിൻസിപ്പലിനോട് അഭ്യർത്ഥിക്കുകയാണ്. കാരണം ജപ്പാനുകാർ ഇന്ത്യക്കാരോട് അവിടെ താമസിക്കുന്ന ആളുകളുടെ വയസ്സ് കൂടുതലായി പോയി. Nearly 50% Japanese are more than 60 years old. ജപ്പാൻ ഇന്ത്യക്കാരോട് പറഞ്ഞിരിക്കുകയാണ്, we urgently need 60,000 home nurses so that they can take care of aging people. ആ 60,000 ജോലികൾ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നു. അപ്പോൾ അതിനുവേണ്ടി ഒരു ജാപ്പനീസ് ഭാഷയും ഇവിടെ പഠിപ്പിക്കാൻ തുടങ്ങിയാൽ തിരക്കേടില്ല. അത് പറയുകയായിരുന്നു. ഈ കാര്യങ്ങൾ പറഞ്ഞിട്ട് നിർത്തുന്നു. എന്നെ ഇവിടെ വിളിച്ച് 2 വാക്ക് സംസാരിക്കാൻ അവസരം തന്നു. നിങ്ങളുടെ ആളുകൾ ഇത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ടു. ഇത് എൻ്റെ അഭിപ്രായങ്ങൾ. അത് എത്രത്തോളം താങ്കൾക്ക് അതിനെ സംബന്ധിച്ച് ഒന്ന് ചിന്തിക്കുക, തീരുമാനമെടുക്കുക. ഒരു കൂടി ഈ ഭവ്യമായ MBIDS ഈ നമ്മുടെ കോളേജിൻ്റെ പ്രിൻസിപ്പൽ സാറിനോട് നന്ദി പറയുന്നു. ഒരിക്കൽ കൂടി വരാൻ പോകുന്ന ക്രിസ്മസിൻ്റെ എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ എല്ലാവരോടും നേരുന്നു. ജയ് ഹിന്ദ്. Thank you, sir. Now, let me invite Sri Anthony John, MLA of Kodamangalam, who has been elected twice as the representative of Kodamangalam, to his dedication and commitment for the keynote address. Sir, please. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ട അടക്കം തിരുമേനിയും പ്രിയപ്പെട്ട ഉൾപ്പെടെ ഇതിൻ്റെ ചെറിയ പള്ളിയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, കോളേജിലെ അധ്യാപകർ, അനധ്യാപകരെ, ഈ സ്ഥാപനത്തിന് നേരത്തെ ഇതിനു മുൻപ് ആരംഭഘട്ടം മുതൽ നേതൃത്വം കൊടുത്തിട്ടുള്ള പലരും ഇവിടെ സദസ്സിലുണ്ട്. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ, നമ്മുടെ കോളേജിൻ്റെ 15ാമത് വാർഷിക വേളയിലാണ് ഇത്തരം ഈ ഒരു ചടങ്ങിൽ ഇവിടെ സംബന്ധിക്കുമ്പോൾ എനിക്ക് മുൻപേ സംസാരിച്ച തിരുമേനിയും സിംഗ് സാർ, ബഹുമാനപ്പെട്ട സെക്രട്ടറിയും എല്ലാം ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ചും ഈ മേഖലയിൽ ഇന്ന് നേരിടുന്ന പ്രതിസന്ധികളും അത് അതിജീവിക്കേണ്ടതിൻ്റെ ആവശ്യകതയെ സംബന്ധിച്ചുമൊക്കെ വിശദമായി സൂചിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കുറേ വർഷങ്ങൾ ഞാൻ MLA ആയ ശേഷം ഏതാണ്ട് എല്ലാ വർഷവും ആ കോവിഡിൻ്റെ അടച്ചിട്ടിരുന്ന സമയത്ത് ഒഴിച്ചു ബാക്കി എല്ലാ സമയങ്ങളിലും നിരവധി പരിപാടികളിൽ കടന്നു വരുന്നൊരു സ്ഥാപനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ഥാപനത്തിൻ്റെ ഏതൊരു വളർച്ചയും വളരെ ആവേശത്തോടു കൂടി നോക്കിക്കാണുന്ന ഒരു ജനപ്രതിനിധി കൂടിയാണ്. യഥാർത്ഥത്തിൽ ഇതുപോലുള്ള ഓരോ വാർഷിക വേള എന്നുള്ളത് ഒരു തിരിഞ്ഞുനോട്ടമാണ്. നമ്മൾ കഴിഞ്ഞ കാലത്തേക്കുള്ള ഒരു തിരിഞ്ഞുനോട്ടവും നമ്മൾ കൂടുതൽ മികവോടുകൂടി മുന്നോട്ട് പോകാൻ ഒരു പ്രചോദനമാകേണ്ട ഒരു ഘട്ടം കൂടിയാണ്. ഇപ്പോൾ ഈ രംഗത്ത് പ്രത്യേകിച്ച് കോതമംഗലത്തെ സംബന്ധിച്ച് പള്ളിയും പള്ളിയുടെ സ്ഥാപനങ്ങളുമൊക്കെ എല്ലാ കാലത്തും ഈ നാടിൻ്റെ ഇന്ന് കാണുന്ന മുന്നേറ്റത്തിലെല്ലാം വലിയ പങ്കുവഹിച്ച സ്ഥാപനങ്ങളാണ്. ഇപ്പോൾ MBITS എഞ്ചിനീയറിംഗ് കോളേജും എല്ലാം ആ നിലയിൽ തന്നെ ഒരു വലിയ ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ആരംഭിച്ചിട്ടുള്ളത്. ചെറായ്മകൾ അവിടെ സൂചിപ്പിച്ചു. ചില മാറ്റങ്ങളൊക്കെ കാലാനുസൃതമായി വരുന്ന, അല്ലെങ്കിൽ ഓരോ ഘട്ടത്തിലും വരുന്ന പ്രതിസന്ധികൾ തീർച്ചയായിട്ടും എല്ലാം അതിജീവിച്ച് പോകാൻ കഴിയുമെന്നുള്ളത് ആ ഒരു ആത്മവിശ്വാസം കൂടി തന്നെയാണ് നമ്മളെല്ലാം ഈ രംഗത്ത് നിൽക്കുന്നതും. ഇന്നിപ്പോൾ കോതമംഗലത്തെ സംബന്ധിച്ചാണെങ്കിൽ ഒട്ടേറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അതിൽ മഹാഭൂരിപക്ഷവും പള്ളി നേതൃത്വം കൊടുക്കുന്ന, അതിന് പുറമെ മറ്റ് നിരവധി സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ കേരളത്തിൽ തന്നെ ഇത്രയേറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മറ്റൊരു പ്രദേശം, ഇവര് സാറിന് അത്ര ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഒരു താലൂക്ക് പരിധിയിൽ ഇത്രയേറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന മറ്റൊരു പ്രദേശം കേരളത്തിലില്ല.
ഏതാണ്ട് 25-ലേറെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. ഇവിടെ നമുക്കൊരു പോരായ്മ ഉണ്ടായിരുന്നത് ഒരു ലോ കോളേജ് ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ നെല്ലിക്കുഴിയിൽ പുതിയ ലോ കോളേജ് കൂടി ആരംഭിച്ചിട്ടുണ്ട്. കോളേജിലെ ഒരു ശ്രമം അവർ നടത്തുകയാണ്. ഈ ആലുവ മൂന്നാർ റോഡിൻ്റെ ഓരത്തായി സ്ഥലം അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വലിയ ശ്രമങ്ങൾ നടക്കുകയാണ്. അപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റങ്ങൾക്ക് വിധേയമാകുന്ന ഒരു ഘട്ടത്തിലാണ് ഇവിടെ സാർ സൂചിപ്പിച്ചു. രാജ്യത്ത് ആദ്യമായി ഒരു ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി നമ്മുടെ കേരളത്തിലാണ് സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പോൾ വലിയ സാധ്യത ഇപ്പോൾ പ്രത്യേകിച്ച് സജീവമായി പലപ്പോഴും പുതിയ കോഴ്സുകളെ സംബന്ധിച്ച് ഇപ്പോൾ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് സർക്കാരുടെ തുറന്ന സമീപനമാണ്. ഇവിടെ നമ്മുടെ തൊട്ടടുത്തുള്ള ഇലാഹിയ കോളേജിൽ അവർ അതിനുവേണ്ടി ശ്രമിക്കുകയും അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മെ സംബന്ധിച്ചാണെങ്കിൽ വലിയ സാഹചര്യവും സൗകര്യവും ഉള്ളൊരു സ്ഥാപനമാണ്. അപ്പോൾ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്കും സ്റ്റാർട്ടപ്പുകളും അതോടൊപ്പം തന്നെ ന്യൂജൻ കോഴ്സുകൾ ഇവിടെ സാർ സൂചിപ്പിച്ചു. കോഴ്സുകളുടെ കാര്യത്തിലൊക്കെ സർക്കാരിന് വളരെ തുറന്ന സമീപനമാണ്. തീർച്ചയായിട്ടും അത്തരം കോഴ്സുകളും ഇൻഡസ്ട്രിയൽ പാർക്കും ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളുമൊക്കെ ഒരുക്കുന്നതിൽ MLA എന്നുള്ള നിലയിൽ എൻ്റെ എല്ലാവിധ സഹായ സഹകരണങ്ങൾ ഈ സ്ഥാപനത്തിന് ഉണ്ടാകുമെന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് നല്ല ഇവിടെ മികച്ച നല്ല സാങ്കേതിക മികവും സാമൂഹ്യ പ്രതിബദ്ധതയും ഒക്കെയുള്ള എഞ്ചിനീയർമാരെ നമ്മുടെ സമൂഹത്തിനെയും സംഭാവന ചെയ്യാൻ എംബിഡ്സ് കോളേജിന് കഴിയട്ടെ എന്ന് കൂടി ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും ആശംസകൾ നേർന്ന് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Sir, next, may I call upon to address the gathering. സ്റ്റേജിലിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, സ്നേഹം നിറഞ്ഞ ബോർഡംഗങ്ങളെ, വിദ്യാർത്ഥികളെ, അധ്യാപകരെ, നമ്മളിവിടെ കൂടുതലൊന്നും പറഞ്ഞ സമയം കളയേണ്ട കാര്യമില്ലെന്നറിയാം. എന്നാലും നമ്മുടെ MLA പറഞ്ഞതുപോലെ 2017 സഭയുടെ കേസ് വിധിയായില്ലെങ്കിൽ നിങ്ങൾ ഇന്ന് കോതമംഗലത്ത് ഒരു മെഡിക്കൽ കോളേജ് കാണാമായിരുന്നു. അത് സാധിക്കാത്ത പോയതിൻ്റെ മെയിൻ കാരണം അതുകൊണ്ടാണ്. MLAയോട് അതിനുവേണ്ടി സ്ഥലം അന്വേഷിക്കുന്നതല്ല, നമുക്ക് ഏറ്റവും അടുത്ത വേദിയിൽ തന്നെ നിങ്ങൾക്കെല്ലാവർക്കും അർഹമായ കോതമംഗലത്തിന് ഇല്ലാത്ത ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് മെഡിക്കൽ കോളേജ്. ബാക്കി MLA പറഞ്ഞ പോലെ ലോ കോളേജ് മാർത്തോമ ചെറിയ പള്ളിക്ക് സാധിക്കും. അതിന് മുൻകൈയെടുത്ത് ഒപ്പം നിൽക്കുന്ന എല്ലാവർക്കും ഇതിന് നന്ദി പറഞ്ഞുകൊണ്ടും നിൽക്കാൻ നടക്കട്ടെ എന്ന് നന്ദി പറഞ്ഞുകൊണ്ടും എല്ലാവരോടും ഒറ്റവാക്കി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. Thank you, sir. Now let me invite Sri Reni P. Varghese, Treasurer of MBITS, to address the gathering. ഈ യോഗത്തിൻ്റെ അധ്യക്ഷനും മാർത്തോമ ചെറിയ പള്ളി വികാരി നമ്മുടെ ഏറെ പ്രിയങ്കരനായ ജോസ് പരുത്തുവേലി അച്ഛൻ, നമ്മുടെ മേഖലയുടെ നമുക്കെല്ലാവർക്കും വളരെ ആദരണീയനായ തിരുമേനി, നമ്മുടെ ഇന്നത്തെ വിശിഷ്ട അതിഥി ഋഷിരാജ് സിംഗ്, അദ്ദേഹം DGP ആയി അനുഷ്ഠിച്ചിട്ടുണ്ട്. ഇത് പറയുമ്പോൾ 2 വാക്ക് എനിക്ക് അദ്ദേഹത്തെ പറ്റി പറയാനുള്ളൊരു സമയം ഞാൻ എടുക്കുകയാണ്. ഏതാണ്ട് 10 വർഷം മുമ്പ് ഞാനൊരു കച്ചവടക്കാരനാണ്. സാറിൻ്റെ പല വീരകൃത്യങ്ങളും സംസാരിക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഒരു ദൗത്യം. അതായത് കോതമംഗലം ടൗണിൽ വന്നു കഴിഞ്ഞാൽ സാറ് ട്രാൻസ്പോർട്ട് കമ്മീഷണറായിരുന്ന സമയത്ത് വേഷം മാറി അദ്ദേഹം പല കാര്യങ്ങളും ഈ നാടിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടിയിട്ട് അദ്ദേഹം നർക്കോട്ടിക്കലായിരുന്നപ്പോഴും നമുക്കെല്ലാവർക്കും വേണ്ടിയിട്ടാണ് അദ്ദേഹം ഒത്തിരി കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. ഈ കൂടെ അത് പറഞ്ഞു പോയെന്നുള്ളൂ. കൂടാതെ നമ്മൾക്ക് ഏറ്റവും പ്രിയങ്കരനായ നമ്മുടെ ഓരോ ശ്വാസത്തിലും, പള്ളിയുടെ ഓരോ ശ്വാസത്തിലും നമ്മുടെ കൂടെയുള്ള ആദരണീയനായ നമ്മുടെ MLA ശ്രീ ആൻ്റണി ജോൺ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. സാറ് തന്നെ ഇവിടെ പറയുകയുണ്ടായി. അതായത് എൻജിനീയറിംഗ് പഠനം കഴിഞ്ഞ് പല മേഖലകളിലും ഇന്ന് എൻജിനീയറിംഗ് വിദ്യാർത്ഥികൾ കടന്നു ചെല്ലുന്നുണ്ട്.
നീ ഇരിക്കുന്ന ഇത്രയും കുട്ടികളിൽ ഒരാളെങ്കിൽ പോലും ഈ മേഖലയിൽ നിന്ന് മാറി, എൻജിനീയറിംഗ് മേഖല മാറി വേറെ ഒരു സിവിൽ സർവീസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സാറിനെ ഒരു റോൾ മോഡലാക്കാം. ആ ഒരു കാര്യം കൂടി ഞാൻ പറയുന്നു. ഇനി എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കാം. മഹാപരിശുദ്ധനായ എൽദോമാർ ബസേലിയസ് ബാവായുടെ നാമത്തിൽ ഒട്ടനവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആശുപത്രി എന്നിവ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നു. 15 വർഷം മുൻപ് തുടങ്ങിയ ഈ കോളേജ് ഇന്ന് നല്ല രീതിയിൽ പ്രവർത്തിച്ച് വരുന്നതിൻ്റെ മുഖ്യ പങ്ക് ഇവിടുത്തെ അധ്യാപകരുടെയും അനധ്യാപകരുടെയും കഴിവുറ്റ പ്രവർത്തനം ഒന്നുകൊണ്ട് മാത്രമാണ്. കൂടാതെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും മെച്ചപ്പെട്ട രീതിയിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ മാനേജ്മെൻറ്റ് ഭാഗത്തു നിന്ന് നൽകി വരുന്നു. കൂടാതെ പോളിടെക്നിക്ക് ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു. MBA നമുക്ക് ഈ വർഷം MBA തുടങ്ങാനായിട്ട് സാധിച്ചു, അതും നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നു. NBA നാഷണൽ ബോർഡ് ഓഫ് അക്രഡിറ്റേഷൻ്റെ ഇൻസ്പെക്ഷൻ കഴിഞ്ഞു. ഏകദേശം ഒരു 1.5-2 മാസത്തോളമായി. അതിൻ്റെ റിസൾട്ട് നമുക്ക് അനുകൂലമാകാൻ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം, ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. കൂടാതെ ഇവിടെ പഠിക്കുന്ന കുട്ടികൾ, അവരുടെ മാതാപിതാക്കൾ, അധ്യാപകർ, അനധ്യാപകർ, ഇവരുടെ എല്ലാം കൂട്ടായ പ്രവർത്തനം ഈ സ്ഥാപനം നാൾക്ക് നാൾ വളരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എംബിറ്റ്സ് ഡേക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. So, next, let me invite our director, Dr. Shazan Kuriakos, for the director's message. യോഗാധ്യക്ഷൻ, കോതമംഗലം വിശുദ്ധ മാർത്തോമൻ ചെറിയ പള്ളിയുടെ വികാരിയുമായ ഫാദർ ജോസ് പരത്തുവേൽ, ഇന്നത്തെ മുഖ്യ അതിഥി ശ്രീ ഷിരാജ് സിംഗ് IPS, ഏറ്റവും ആദരണീയനായ നമ്മുടെ തിരുമേനി മാർ യൂലിയോസ് തിരുമേനി, ആൻ്റണി ജോൺ MLA ഉൾപ്പെടെ വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ, ഞാനിപ്പോഴും ഓർക്കുന്നു 2008 ഡിസംബർ അവസാന ആഴ്ചയിലാണ് നമ്മുടെ ഈ മാർ ബസേലിയോസ് എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ട്രസ്റ്റ് രൂപീകരിക്കുകയും തുടർന്ന് 2009 വെറും 5 മാസം കൊണ്ട് 50,000 സ്ക്വയർ ഫീറ്റ് പണിത് നമ്മളതിൻ്റെ അഫിലിയേഷനായി അപ്ലൈ ചെയ്യുകയും ആദ്യത്തെ അഫിലിയേഷൻ ഇൻസ്പെക്ഷനിൽ തന്നെ നമുക്ക് അഫിലിയേഷൻ നേടിയെടുക്കുവാനും സാധിച്ചു എന്നുള്ളത് ഞാനിപ്പോഴും ഓർക്കുകയാണ്. അതിന് പിന്നിൽ പ്രവർത്തിച്ച ഒത്തിരി ആളുകൾ ഇവിടെ ഇരിപ്പുണ്ട്. ആരുടെയും പേരുകൾ ഞാൻ പറയുന്നില്ല, എങ്കിലും അതിനെ തുടർന്ന് ഇന്നുവരെ മാനേജ്മെൻറ്റിൻ്റെയും പള്ളി മാനേജിംഗ് കമ്മിറ്റിയുടെയും ഇവിടുത്തെ മുൻപുണ്ടായിരുന്ന പ്രിൻസിപ്പൽമാരുടെയും അധ്യാപക അനധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും കൂട്ടായ പ്രവർത്തനമാണ് ഇന്ന് എനിക്ക് മുമ്പ് പ്രസംഗിച്ച ഓരോരുത്തരും പറഞ്ഞ ഈ ജൈത്ര യാത്രയിലേക്ക് നമുക്ക് തുടരാൻ സാധിച്ചത്. വീണ്ടും ഈ വർഷവും നമ്മൾ പുതിയ കോഴ്സുകൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. MLA സൂചിപ്പിച്ചതുപോലെ തീർച്ചയായും അങ്ങയുടെയും ഗവൺമെൻറ്റിൻ്റെയും പൂർണ്ണമായ പിന്തുണ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. തീർച്ചയായും അത് ഞങ്ങൾ ഈ സമയത്ത് തന്നെ അഭ്യർത്ഥിക്കുകയാണ്. ഋഷിരാജ് സിംഗ് സാറിനോടൊരു വാക്ക്, ഞങ്ങളുടെ ഈ വരുന്ന വർഷങ്ങളിൽ എൻജിനീയറിംഗ് മേഖലയിലെ പുതിയ ആധുനിക കോഴ്സായ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് എന്ന കോഴ്സും ഞങ്ങൾ ഈ പുതിയതായി അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് എന്ന് അറിയിക്കുവാൻ ഋഷിരാജ് സിംഗ് സാറിനോട് ഞാൻ ഈ സമയത്ത് അറിയിക്കുകയാണ്. കൂടാതെ ജാപ്പനീസ് സബ്ജക്റ്റിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് ഋഷിരാജ് സിംഗ് സാർ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അതിൻ്റെ ബേസിക് ഡിസ്കഷൻസ് നമ്മൾ ഓൾറെഡി നടത്തിക്കഴിഞ്ഞു. ഇവിടെ വിദ്യാർത്ഥികളെ ജാപ്പനീസ് പഠിപ്പിക്കുന്നതിനുള്ള ഒരു വേദി ഒരുക്കുന്നതിനുള്ള അധ്യാപകരെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. തീർച്ചയായും വരും വർഷങ്ങളിൽ ഈ ജാപ്പനീസ് പോലെയുള്ള ജാപ്പനീസും ജർമ്മനും പഠിപ്പിച്ച് നമ്മുടെ വിദ്യാർത്ഥികളെ വിദേശ ജോലികൾക്ക് കൂടി പ്രാപ്തരാക്കുന്ന, അവിടെയുള്ള ഒഴിവുകൾ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് കൂടി കയ്യെത്തിപ്പിടിക്കാവുന്ന ദൂരത്തിലാക്കുന്ന പ്രക്രിയകൾ
ഈ മാനേജ്മെൻറ്റിൻ്റെ നേതൃത്വത്തിൽ എടുത്തു വരുന്നു എന്നുള്ള വിവരവും ഞാൻ എല്ലാവരെയും അറിയിക്കാൻ ഉദ്ദേശിക്കുന്നു. ഇത് പറയാൻ കാരണം സാർ ഇവിടെ സൂചിപ്പിച്ചതുകൊണ്ട് മാത്രമാണ്. വീണ്ടും എല്ലാവർക്കും എംബിറ്റ്സ് ഡേയുടെ എല്ലാവിധ ആശംസകളും നേരുന്നു. വരും വർഷങ്ങളിൽ കൂടുതൽ വിവരങ്ങളിലേക്ക് നമ്മുടെ ജൈത്രയാത്ര തുടരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. Thank you, sir. May I call upon Sri Baby Anjalivelil, trustee of Mathoma Cheriyapalli, for felicitating the gathering. എല്ലാവർക്കും നമസ്കാരം. വേദിയിലുള്ള അധ്യക്ഷനടക്കം MLA അടക്കം നമ്മുടെ ഇന്നത്തെ മുഖ്യാതിഥി ഋഷിരാജ് സിംഗ്, പ്രിയ മാനേജ്മെൻറ്റ് ആൻഡ് സ്റ്റാഫ്, സ്റ്റുഡൻസ്, ദീർഘമായ അഡ്വൈസ് നമ്മുടെ വിശിഷ്ടാതിഥി നിങ്ങൾക്ക് തന്നു. ഈ മേഖലയിലെ ജോലി സാധ്യതയെക്കുറിച്ചും ഇനി വരാനുള്ള ജോലി സാധ്യതയെക്കുറിച്ചും നമ്മുടെ വിശിഷ്ടാതിഥി വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഒരു ഇൻഫർമേഷൻ ഇപ്പോൾ കിട്ടി. നമ്മുടെ അടുത്ത അക്കാഡമിക് ഇയറിലേക്ക് നമുക്കൊരു AI സബ്ജക്റ്റ് കിട്ടുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അതിനുവേണ്ട എല്ലാ ഒത്താശകളും എല്ലാ സാമ്പത്തികവും മാർത്തോമ ചെറിയപള്ളിയിൽ നിന്നുണ്ടാവും എന്നുള്ള ഈ അവസരത്തിൽ നിങ്ങളെ അറിയിക്കുകയാണ്. കൂടാതെ ഈ അവസരത്തിൽ നമ്മുടെ കുട്ടികളിൽ വളർന്നു വരുന്ന ഒരു പ്രവണത, അത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു എന്താ പറയുക, കാലഘട്ടത്തിൻ്റെ ഒരു ശാപമാണ്. അതിൽ നിന്നെല്ലാം നമ്മുടെ കുട്ടികളെ പ്രാപ്തരാക്കാൻ നമ്മുടെ ബസോലിയസ് ബാബായുടെ നാമത്തിലുള്ള, നമ്മുടെ കാവലുപിതാവിൻ്റെ നാമത്തിലുള്ള ഈ സ്ഥാപനത്തിലെ അധ്യാപകർക്കാനുള്ള ശക്തി പറ്റേ, ആ ശക്തി ഈ കുട്ടികളിലൂടെ പുതിയ ഒരു സംരംഭം ഉണ്ടാക്കാനും, ജോലി മേഖലയിലേക്കല്ല, ജോലി കൊടുക്കുന്ന ഒരു സംരംഭം ഉണ്ടാക്കാനുള്ള ഒരു പ്രാപ്തി നമ്മുടെ അധ്യാപകർ നമ്മുടെ കുട്ടികളിലൂടെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഈ സമയത്ത് ക്രിസ്മസിൻ്റെയും ന്യൂ ഇയറിൻ്റെയും എല്ലാ ആശംസകളും നേരുന്നു. പുതിയ വർഷത്തെ ഈ 15 വർഷം പൂർത്തിയാവുന്ന ഈ വേളയിൽ ഇനിയും നമുക്ക് ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്. ഇത് നമ്മുടെ ഒരു ബേസാണ്. ബേസ് എന്ന് പറഞ്ഞാൽ ഒരു LP സ്കൂളിൻ്റെ എഞ്ചിനീയറിംഗ് ആണെങ്കിലും LP സ്കൂളിൻ്റെ ഗ്രേഡിൽ ഇപ്പം നമ്മൾ നിൽക്കുന്നു. ഇനിയും നമുക്ക് ഒരുപാട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ആ മുന്നോട്ട് പോകുന്ന വഴിയിൽ മാനേജ്മെൻറ്റിൻ്റെ എല്ലാ സഹായവും ഈ സമയത്ത് ഒരു ട്രസ്റ്റി എന്ന നിലയ്ക്ക് ഞാൻ നിങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ്. ഈ വർഷത്തിൽ നമുക്ക് ഇനിയും നല്ല നല്ല കോഴ്സുകൾ ഉണ്ടാവട്ടെ. ഈ നമ്മുടെ മുഖ്യ അതിഥി സൂചിപ്പിച്ചല്ലേ 6 ലക്ഷം ഓപ്പർച്യൂണിറ്റിയാണ് AI ഫീൽഡിലേക്ക് ഈ നെക്സ്റ്റ് ഇയറിൽ ഉണ്ടാവുന്നത്. അതിന് നമ്മൾ നെക്സ്റ്റ് അക്കാഡമിക് ഇയറിലേക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. Thank you, sir. Now, let me invite Sri Binoy Mannan Serilil, Secretary of MBMM Association, to felicitate the gathering. യോഗത്തിൻ്റെ അധ്യക്ഷൻ നമ്മുടെ ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ, അഭിമന്യ തിരുമേനി, ഇന്നത്തെ വിശിഷ്ട വ്യക്തി ഋഷിരാജ് സിംഗ് സാർ, നമ്മുടെ പ്രിയപ്പെട്ട MLA അടക്കം വിശിഷ്ടരായ വ്യക്തിത്വങ്ങളെ, അധ്യാപകരെ, വിദ്യാർത്ഥികളെ, 15ാമത് വാർഷികം ആഘോഷിക്കുന്ന കോളേജ് വളരെ നല്ല രീതിയിൽ തുടങ്ങി, നല്ല റിസൾട്ടോടുകൂടി, നല്ല അധ്യാപനത്തോടുകൂടി എല്ലാം പുരോഗമിച്ചു വരുന്ന കാലഘട്ടത്തിൽ കോവിഡും മഹാമാരിയും എല്ലാം അന്ന് പിന്തുടർന്ന് അതിനെയെല്ലാം അതിജീവിച്ച് കഴിഞ്ഞ 2 വർഷങ്ങൾ കോളേജ് അഡ്മിഷൻ രംഗത്ത് വളരെ താഴെ, എഞ്ചിനീയറിംഗ് മേഖല മൊത്തം പ്രതിസന്ധിയിലായപ്പോൾ, അഡ്മിഷനെല്ലാം തീരെ കുറഞ്ഞു പോയപ്പോൾ, പള്ളിക്കാര്യത്തിൽ നിന്നൊക്കെ ഇതെന്ത് ചെയ്യേണ്ടു എന്നാലോചിച്ച് ചിന്തിച്ചിരിക്കുന്ന സമയത്ത് ഇവിടുത്തെ അധ്യാപകരുടെയും മറ്റ് സ്റ്റാഫ് എല്ലാവരുടെയും സഹകരണത്തോടു കൂടി പുതിയ കോച്ചുകളും പുതിയ കോഴ്സുകളും എല്ലാം തുടങ്ങി, ബാച്ചുകളും കോഴ്സുകളും എല്ലാം തുടങ്ങി ഇതിനെ ഒരു ആശാവഹമായ രീതിയിലേക്ക് എത്തിച്ച ഇവിടുത്തെ എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് 15ാമത് വാർഷിക ദിനത്തിൻ്റെ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you, sir. Now I call upon our Union Chairman, Sri Rahul Rajesh. ഗുഡ് ഈവനിങ് ഓൾ. നമ്മുടെ എംബിറ്റ്സിനെ സംബന്ധിച്ച് എംബിറ്റ്സ് എന്ന് പറഞ്ഞാൽ വളരെയധികം സന്തോഷകരവും ആഘോഷകരമായ ഒരു ദിവസമാണ്. ഇതിൻ്റെ ഒരു ഭാഗമായി തീരാൻ സാധിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്.
നമ്മുടെ ഇത്ര താമസിച്ചതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഡേറ്റിൻ്റെ ഒരു ഇഷ്യൂ വന്നു. അതുകൊണ്ടാണ് നമ്മുടെ ഇത്ര ലാഗ് അടിച്ചത്. എല്ലാവരും മാക്സിമം എൻജോയ് ചെയ്യുക. എൻ്റെ എല്ലാവിധ ആശംസകളും എംബിസിക്ക് വേണ്ടി നേരുന്നു. Thank you, Rahul. Success is not just achieving goals, it's about inspiring others to dream bigger. Today, we honor the stars of MPITS whose hard work, talent, and dedication have brought pride to our institution. Let us celebrate their achievements with thunderous applause as we present the awards that recognize their excellence and brilliance. Now, MPITS like to keep a token of appreciation for the patent received by Dr. Suji Premila of CSE. I invite our chief guest, Rishraj Singh, to give away the award. Now it's time to recognize the PhD holders. First, I would like to invite Dr. Robin George of Electronics and Communication Engineering Department. Next, I would like to invite Dr. Arun Eldo of Tripoli Department. Now, I would like to invite Dr. Anjali Krishna of Science and Humanities Department. Now it's time to recognize the staff who completed 10 years of their work. First, I would like to invite Professor Kidu Shanmugam of Civil Engineering Department. Elson Polvi of Mechanical Engineering Department. Chetan Roy of Mechanical Engineering Department. Professor Vijay Raj of Mechanical Engineering Department. Professor Saju Hanif of Mechanical Engineering Department. Dr. Robin George of Electronics and Communication Engineering Department. Professor Mintu Thomas of Computer Science and Engineering Department. Professor Lindsay P. Elias of Science and Humanities Department. Dhanya M.J. Administrative Officer. Sajali K.P. of Office Administrative. Now it's time for the
S8 Computer Science and Engineering, Michelle Fatima, who secured CGPA of 9.28 up to S6. Now from S6 CSE A batch, Aditya Wilson, who secured CGPA of 9.30 up to S4. From S6 CSE B batch, Maria Kurian, who secured CGPA of 9.24 up to S4. From SCSE A batch, Abhiya Biju, who secured CGPA of 8.75 up to S2. Adityan Prajesh, who secured CGPA of 8.75 up to S2. Now I invite His Grace Elias Marie Elios, Metropolitan, to give away the awards. From S3 CCB batch, Jones Matthew, who secured CGPA of 9.20 up to S2. From S3C batch, Trisha Maria Sajish and Vismaya Joseph, who secured CGPA of 9.38 up to S2. From S3DS, Navadeep Krishna, who secured CGPA of 8.96 up to S2. Next, I invite Professor Vijay Raj, from Mechanical Engineering Department, who completed his 10 years in this MBAs. Next, we are going to give the awards of Electronics and Communication Engineering. From S8, Fiza Fatima, who secured CGPA of 8.2 up to S6. From S6, who secured CGPA of 8.67 up to S6. From S4, Lakshmi Nandakumar, who secured CGPA of 9.26 up to S6. Now I invite His Grace Elias Mariulius Metropolitan to give away the award. From Electrical and Electronics Engineering, S8, Atul P. Manikan, who secured CGPA of 8.53. From S6, Catherine Maria Paul, who secured 7.20. From S4, Jayraj J, who secured CGPA of 8.24. Moving on to Civil Engineering Department, S8 Civil Engineering, Kirti Jain, who secured CGPA of 8.86 up to S6. From S6, Ashwati Vinod and Sulaikha Qasim, who secured CGPA of 8.70 up to S4.
who secured CGPA of 8.42 up to S2. Moving on to Mechanical Engineering Department from S8, Arun Behnan, who secured CGPA of 8.12 up to S6. From S6, Ashindu MA, who secured CGPA of 8.23 up to S4. From S4, Arjun K. Ashokan, who secured CGPA of 6.79 up to S2. From PG Mechanical Engineering, Muhammad Shah NK, who secured CGPA of 7.05 up to S2. Moving on to Master of Computer Application from S3, Akash P. Ganesh, who secured CGPA of 8.73 up to S2. From Diploma, S4 Civil Engineering, Arun Jimmy, who secured CGPA of 7.54 up to S2. From S4 Mechanical Engineering, Afnas Cage, who secured CGPA of 7.16 up to S2. From S4 Triply, 7.76 up to S2. Now I invite our respected MLA Anthony John to give away the award. Next, the award is for students having 9 above CGPA. From S6 CSE A batch, Ashley George with CGPA of 9.02 up to S4. Next, S6 CSE B batch, Tansiha Nagis of CGPA 9.02 up to S4. Now I invite Reverend Father Joseph Thuvailil, Vicar of Matuma Churibali, to give away the award. From S3 CSE B batch, Christopher C. Biju with CGPA 9.12 up to S2. That's the end of the award session. Now I invite Professor Paulson Peter, Principal of Embits Polytechnic College, for the vote of thanks. വെരി ഗുഡ് ഈവനിങ് ടു ഓൾ. വേദിയിലും വിശിഷ്ട വ്യക്തികളെ, ഈ സ്ഥാപനത്തിൻ്റെ യന്ത്രങ്ങളായിരിക്കുന്ന ഇവിടുത്തെ സഹപ്രവർത്തകർ, അധ്യാപകർ, അനധ്യാപകർ, മറ്റ് ജീവനക്കാർ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ 15ാമത് വാർഷിക ആഘോഷമാണ് ഇന്ന് നടക്കുന്നത്. ഒരല്പം താമസിച്ചെങ്കിലും ഏറ്റവും ചുരുങ്ങിയ സമയത്ത് തീരുമാനമെടുത്ത് യഥാർത്ഥത്തിൽ എൻജിനീയേഴ്സ് എങ്ങനെ ആയിരിക്കണം എന്ന് ഇവിടുത്തെ സ്റ്റുഡൻസിന് മാതൃകയാവുകയാണ് ഇവിടുത്തെ കോർഡിനേറ്റേഴ്സായിട്ടുള്ള അധ്യാപകരും നിങ്ങളുടെ യൂണിയൻ മെമ്പേഴ്സും ഇവിടെ ലീഡ് ചെയ്യുന്ന തോമസ് സാറ്, അതുപോലെ തന്നെ ഡയറക്ടർ, എല്ലാവരും. ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു പ്രോഗ്രാമിനെ ഏറ്റവും ഭംഗിയാക്കി എങ്ങനെ മാറ്റാം എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തരികയാണ്. ഓരോ വർഷം കഴിയുന്തോറും എംബിറ്റ്സിലേക്ക് ഓരോ തൂവൽ ഇങ്ങനെ ആഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം പോളിടെക്നിക്കും MBAയും ആഡായിട്ട് വന്നു. ഈ വർഷം
കഴിഞ്ഞ വർഷം പോളിടെക്നിക്കും MCA ആഡായി, ഈ വർഷം MBA ആഡായി. വരും വർഷങ്ങളിൽ പുതിയ കോഴ്സുകളും അങ്ങനെ MBITS ഓരോ വർഷവും അതിൻ്റെ ഉയരങ്ങൾ ഇങ്ങനെ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ദേശീയ തലത്തിൽ അതിൻ്റെ ഗുണമേന്മയ്ക്കുള്ള അംഗീകാരം നേടി ഇപ്പോൾ നമ്മൾ NBA-ക്കുള്ള റിസൾട്ട് വെയിറ്റ് ചെയ്യുകയാണ്. പോളിടെക്നിക്കിനെ റെപ്രസെൻ്റ് ചെയ്ത് പറയുമ്പോൾ പോളിടെക്നിക് ഡിപ്പാർട്ട്മെൻറ്റ് ഏകദേശം 4 വർഷം പൂർത്തിയാകുമ്പോൾ NBA നേടാവുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോഴും അതിൻ്റെ ക്രൈറ്റീരിയ വൈസ് പേപ്പേഴ്സും ഫയൽസും സൂക്ഷിച്ചു പോരുന്നത്. ഇത്രയും നല്ല രീതിയിൽ ഇതിന് നേതൃത്വം നൽകുന്ന ഈ സ്ഥാപനത്തെ നയിക്കുന്ന പ്രിയപ്പെട്ട മാർത്തോമ ചെറിയ പള്ളിയിലെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ട്രസ്റ്റിമാർ, അതിൻ്റെ ഭരണസമിതിക്ക് ഒരു നന്ദി അർപ്പിക്കുന്നു. അതോടൊപ്പം ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും MBITS ഡേയുടെയും ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്നത്തെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായിരുന്ന നമ്മുടെ പള്ളിയുടെ വികാരി റവറൻഡ് ഫാദർ ജോസ് പരുത്തോയിൽ അച്ഛനൊരു സോഷ്യൽ എഞ്ചിനീയറാണ്. ഏതെല്ലാം കാര്യങ്ങളിൽ കൃത്യമായിട്ട് ഇടപെടലുകൾ നടത്തണമെന്നും ഇവിടെ ഒരു കോഴ്സ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം പോളിടെക്നിക്കിന് ഒരു പുതിയ കോഴ്സ് അപ്ലൈ ചെയ്തു. ഓരോ ദിവസവും ഇങ്ങനെ മെസ്സേജുകളാണ്, ഇന്ന് എന്തായി, നാളെ ആരെ വിളിച്ചു, ഇന്ന് എന്തെങ്കിലും പ്രോഗ്രസ് ഉണ്ടോ, അങ്ങനെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അന്വേഷിച്ച് അതിനാവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ, എവിടെയെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് അച്ഛൻ എന്നും ഈ സ്ഥാപനത്തോടൊപ്പം ഉണ്ട്. അച്ഛൻ ഈ സ്ഥാപനത്തിൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലുമുള്ള നന്ദി അറിയിക്കുന്നു. ഇന്ന് നമുക്കിവിടെ ചീഫ് ഗസ്റ്റായിട്ട് ഇരിക്കുന്ന നമ്മുടെ ഋഷിരാജ് സിംഗ് സാറിൻ്റെ പ്രവർത്തന മേഖലകളെല്ലാം തന്നെ, സാറ് കൈവച്ച മേഖലകളെല്ലാം തന്നെ കേരളത്തിലെ ഓരോരുത്തർക്കും സുപരിചിതമാണെന്ന് പറയുകയായിരിക്കും നല്ലത്. കുട്ടികൾക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കും ഒരേപോലെ പരിചയപ്പെടുത്താതെ തന്നെ പേര് പറയുമ്പോൾ തന്നെ കൃത്യമായിട്ട് അറിയുന്ന കേരളത്തിലെ ഉന്നതനായിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ നമ്മുടെ ഗസ്റ്റ് ആയിരുന്നു എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഭാഗ്യമാണ്. അദ്ദേഹത്തിനും ഈ സ്ഥാപനത്തിൻ്റെ പേരിലും അതുപോലെ തന്നെ എൻ്റെ വ്യക്തിപരമായ പേരിലുമുള്ള നന്ദി സ്നേഹവും അറിയിക്കുന്നു. കോതമംഗലം മേഖലയുടെ അഭിവന്യ ഏലിയാസ് മാർ യൂലിയോസ് തിരുമേനിയും ഈ ഏത് പ്രോഗ്രാം ഉണ്ടെങ്കിലും എത്ര തിരക്കുണ്ടെങ്കിലും കഴിഞ്ഞ തവണ ഞാൻ ഓർക്കുന്നു പാസിംഗ് ഔട്ട് സെറമണിക്ക് തിരുമേനി വന്നിട്ട് അതിൻ്റെ അവസാനം വരെ ഇവിടെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിട്ടാണ് തിരുമേനി പോയത്. എന്തോ തിരക്കുണ്ടായിരുന്നു, പക്ഷേ അവസാനം വരെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തു. തിരുമേനിയും എല്ലാ അവസരങ്ങളിലും ഈ സ്ഥാപനത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്നു. തിരുമേനിയോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. കോതമംഗലത്തിൻ്റെ പ്രിയങ്കരനായ MLA എനിക്ക് മുമ്പ് സംസാരിച്ചവർ സൂചിപ്പിച്ചു, അദ്ദേഹത്തിന് നമ്മുടെ ദേവാലയത്തിനോടും അതുപോലെ ഈ സ്ഥാപനത്തോടുമുള്ള സ്നേഹവും പ്രതിബദ്ധതയും. വളരെ യങ്ങായിരിക്കുന്ന യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ പ്രവർത്തിക്കുന്ന വളരെയധികം ആരാധകരുള്ള, പ്രതിപക്ഷത്തുള്ളവർ പോലും ആരാധിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളും പ്രവർത്തനങ്ങളും കോതമംഗലത്തിന് ഇനിയും കൂടുതൽ പ്രയോജനം ചെയ്യട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അദ്ദേഹത്തിനും ഇവിടെ കടന്നു വന്നതിൻ്റെ പേരിൽ, ഈ സ്ഥാപനത്തിൻ്റെ പേരിൽ എല്ലാവിധ നന്ദിയും അർപ്പിക്കുന്നു. ഈ സ്ഥാപനത്തെ നിയന്ത്രിക്കുന്ന ഈ സ്ഥാപനത്തിൻ്റെ സെക്രട്ടറി ശ്രീ ലാൽ വർഗീസ്, അതുപോലെ തന്നെ എൻ്റെ ചെയർമാൻ പ്രിയപ്പെട്ട PI ബേബി, അതുപോലെ തന്നെ എൻ്റെ ട്രഷറർ റെന്നി വർഗീസ് സാർ, അതുപോലെ എൻ്റെ ബോർഡ് മെമ്പേഴ്സ് എല്ലാവർക്കും ഒറ്റ വാക്കിൽ ഈ സ്ഥാപനത്തിൻ്റെ ഔപചാരികതയുടെ പേരിൽ നന്ദി അർപ്പിക്കുന്നു. കൂടാതെ നമുക്ക് നമ്മുടെ പള്ളിയിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന പള്ളിയിലെ ട്രസ്റ്റി ആഞ്ഞിലിവേലിൽ ബേബി സാറ്, അതുപോലെ തന്നെ MBMM അസോസിയേഷൻ്റെ സെക്രട്ടറി ബിനോയ് മണ്ണഞ്ചേരിൽ, MS എൽദോസ് ചെയർമാൻ MBMM ട്രസ്റ്റ്, ചെയർമാൻ സംസാരിച്ച രാഹുൽ രാജേഷ്, എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി രേഖപ്പെടുത്തുന്നു. തുടർന്ന് മറ്റുള്ള സ്ഥാപനങ്ങളിൽ നിന്നും ബഹുമാനപ്പെട്ട പള്ളിക്കാര്യത്തിൽ നിന്നും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന പള്ളിയുടെ കമ്മിറ്റിക്കാർ, മുൻ സെക്രട്ടറിമാർ, മുൻ ബോർഡ് മെമ്പേഴ്സ് എല്ലാവർക്കും സ്ഥാപനത്തിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ വളരെ ചുരുങ്ങിയ സമയത്ത് ഈ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യാനായിട്ട് അതിന് ഏറ്റവും കൂടുതൽ പ്രയത്നം ചെയ്ത ഇതിൻ്റെ കോർഡിനേറ്റേഴ്സായിട്ടുള്ള ബേസിൽ സാറ്, ബിസ്മിൻ മിസ്, മറ്റ് ഓരോ കമ്മിറ്റികളുടെ ചാർജ് വഹിക്കുന്ന അധ്യാപകർ, അതുപോലെ തന്നെ യൂണിയൻ മെമ്പേഴ്സ് എല്ലാവർക്കുമുള്ള നന്ദി അറിയിക്കുന്നു. ഈ സ്ഥാപനത്തിൻ്റെ
ഈ സ്ഥാപനത്തിൻ്റെ ഏറ്റവും അഭിമാനമായിരിക്കുന്ന, ഞാൻ മുൻപ് പറഞ്ഞതുപോലെ എംബിറ്റ്സ് ഓരോ വർഷവും മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതൊരിക്കലും ഇവിടുത്തെ മാനേജ്മെൻറ്റിൻ്റെ മാത്രമോ ഫാക്കൽറ്റീസിൻ്റെ മാത്രമോ ഒരു പ്രയത്നമല്ല. തീർച്ചയായിട്ടും ഇവിടുത്തെ കുട്ടികളും അതിൻ്റെ ഒരു ഭാഗമാണ്. ഈ സ്ഥാപനത്തെ ഏറ്റവും പ്രൗഡായിട്ട് ഇനിയും മുന്നോട്ട് നയിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ സ്ഥാപനത്തിലെ ഓരോ വിദ്യാർത്ഥികൾക്കും നന്ദി അർപ്പിക്കുന്നു. തുടർന്ന് ആർക്കെങ്കിലും നന്ദി അർപ്പിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിച്ചുകൊണ്ട് എല്ലാവർക്കും എംബിറ്റ്സ് ഡേയുടെ പേരിലുള്ള ഔപചാരികമായ നന്ദി അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. Now, we have a very special award. Let me invite Mr. Srikanth and Mr. Justina of 2013 Alumni Batch of Civil Engineering to give Tony Memorial Scholarship to Ms. Supriya T.S. of S4 Civil Engineering. I also invite Civil Engineering HOD Professor Manju George to the stage. Please, ma'am. Chief Guest Rishraj Singh to give away the award. I request everyone on the dais to join. With this, we came to the end of the official section. Now we have a national anthem. I invite Embit Square. जनगण मन अधिनायक जय हे भारत भाग्य विधाता पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा तव शुभ नामे जागे तव शुभाशिष मागे गाहे तव जय गाथा जनगण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे. Kind attention, everyone. Now we are going to continue with the cultural events. I repeat, now we are